അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുദ്ധം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ പറയുന്നവരെ നോക്കിയിട്ട് ആക്ഷേപം നടത്താൻ ഒരുപാട് ആളുകളുണ്ട്. എ പി ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞാൽ, ഹക്കീം അസ്സരി എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും നോക്കാതെ എതിർക്കാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം, അത് എന്തു പറഞ്ഞാലും എതിർക്കുക. അങ്ങനെ ഒരു തരം മാനസിക രോഗികൾ നല്ലോണം കാണാനുണ്ട്. സത്യത്തിൽ ഇറാൻ്റെ യുദ്ധം വളരെയധികം അപകടമാണ്. ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ യുദ്ധക്കൊതിയന്മാർ, മനുഷ്യമൃഗങ്ങൾ, ഭരണാധികാരികളെക്കുറിച്ചാണ് പറയണത്. അവർ യുദ്ധക്കൊതിയന്മാരാണ്. അവർ നിരന്തരം നമ്മയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഗൾഫ് നാടുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അന്നം തരുന്ന നാട്, ലക്ഷക്കണക്കിന് പ്രവാസികൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്ന നാട്, യാതൊരു പ്രകോപനവുമില്ലാതെ ഗൾഫ് നാടുകളിലേക്ക് മിസൈലും ഒക്കെ വിടുമ്പോൾ അത് അമേരിക്കയുടെ നയതന്ത്ര ഭാഗത്തേക്കാണ് വിടുന്നത് എന്ന് പറയുമ്പോൾ അവിടേക്ക് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഒരുപാട് ആ നാടിൻ്റെ പ്രയാസം, ആ നാട്ടിൽ ജോലി ചെയ്യുന്നവരുടെ പ്രയാസം വലുതാണ്. അത് നമ്മുടെ നാട്ടിനെയൊക്കെ ബാധിക്കും, ലോകത്തെ മൊത്തം ബാധിക്കും. ഒരു ചെറിയ സാധനം പോലും നമ്മുടെ നാട്ടിൽ വില കൂടി, എല്ലാറ്റിനും വില കൂടി. ഓയിൽ കിട്ടാനില്ലാണ്ടായി, പെട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കിട്ടാനില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് കിട്ടാത്ത കാരണത്താൽ പലവരും ഇപ്പോൾ കടകൾ, ഹോട്ടലുകളെ വരെ അടച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അടുക്കളയിൽ തീ പുകയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതൊരു വലിയ വേദന തന്നെയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടത് കൊണ്ടുണ്ടാകുന്ന പ്രയാസം വലുതാണ്. അത് അമേരിക്കയെ മാത്രമല്ല ബാധിക്കുന്നത്, ഇസ്രായേലിനെ മാത്രമല്ല ബാധിക്കുന്നത്. അവരെ മാത്രം ബാധിക്കുകയാണെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷേ ഇത് ലോകത്തെ മൊത്തം ബാധിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നല്ലോണം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊന്നും കാണാതെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാടി അതിന് ന്യായവും പറഞ്ഞുകൊണ്ട്, അന്യായം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു തരം ഉൽപ്പതിഷ്ണുക്കളായ ആളുകളും മാനസിക രോഗികളും. അവരുടെ സ്വഭാവം തന്നെ അതാണ്. ഒരുപാട് കാലമായല്ലോ. എന്താണോ പറഞ്ഞതാരാണ് അവരെ നോക്കിയിട്ട് എതിർക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് പറഞ്ഞതെങ്കിലും അതിനെ ന്യായീകരിക്കുക. അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സത്യം. യാതൊരു പ്രകോപനവുമില്ലാത്ത ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക്, അമേരിക്കയുടെ താവളങ്ങളിലേക്ക് മിസൈൽ വിടുന്നു എന്ന് പറയുകയും അതിൻ്റെ പേരിൽ യാത്രകൾ എല്ലാം ബന്ധാവുകയും, പോരുകയാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് പ്രവാസിക്ക് നാട്ടിലേക്ക് വരേണ്ട ഗതികേട് വരികയും ചെയ്യുമ്പോൾ നാട്ടിൽ ഗ്യാസ് കിട്ടാനില്ലാണ്ട് വരുന്നു, ഓയിൽ, പെട്രോളുകൾക്ക് ക്ഷാമം വരുന്നു, ഗൾഫ് നാടുകളിലും ക്ഷാമം വരുന്നു. ഇങ്ങനെ ക്ഷാമം വരുത്തിക്കൊണ്ട് നിരപരാധികളായ ഒരുപാട് ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ളൊരു യുദ്ധം, അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇറാനോട് ഇറാൻ ചെയ്തത്, ഇറാൻ്റെ പ്രധാനപ്പെട്ട ആളെ കൊന്നുകളഞ്ഞു, ശരിയാണ്, തെറ്റാണത്. അതിന് പകരം വീട്ടേണ്ടത് അമേരിക്കക്കാരോടാണ്, അതിന് പകരം വീട്ടേണ്ടത് ഇസ്രായേലിയരോടാണ്. ഒരു പ്രകോപനവുമില്ലാതെ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ നാട്ടിലാകെ പ്രതിസന്ധികൾ ഉണ്ടാക്കുക, എന്നിട്ട് അറിയാതെ വിട്ടതാണ്, അയൽ രാജ്യത്തേക്ക് പറ്റിപ്പോയതാണ്, അവരാക്രമിക്കില്ല എന്ന് ഞൊണ്ടിന്യായം പറയുന്ന ഇറാന് ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറയുന്നതാരെന്ന് നോക്കിയിട്ട് എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഈ പറയുന്നവരും അനുഭവിക്കാൻ പോവുകയാണ്, ഈ എതിർക്കുന്നവരും അനുഭവിക്കാൻ പോവുകയാണ്.
അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും നാട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം യുദ്ധക്കൊതിയന്മാരെ കൊതി തീർക്കണം. പക്ഷേ അതുകൊണ്ട് നിരപരാധികളായ ഒരുപാട് ആളുകൾക്കാണ് ഇറാൻ്റെ ഈ അക്രമം കൊണ്ട് ഈ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് അനുഭവിച്ചു വരുന്നത്. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ. അത് മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ കയറി ചൊറിയാൻ വേണ്ടി നടക്കുന്നവർ മോശമായിപ്പോയി. ചിന്തിക്കണം. നിങ്ങൾക്ക് ഈ പറയുന്നവർക്കും ഈ കമൻ്റ് ഇടുന്നവരൊക്കെ പിന്നീട് കുടുങ്ങും. എല്ലാവർക്കും കുടുക്ക് വരികയാണ്, നമുക്കൊക്കെ കുടുക്ക് വരും. അപ്പം അതുകൊണ്ട് ഇതില്ലാതെ ആവട്ടെ. എത്രയും പെട്ടെന്ന് ഇറാന് നല്ലൊരു മനസ്സ് കൊടുത്തിട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഗൾഫ് നാടുകൾ സുരക്ഷിതമാവണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.